നമസ്കാരം. കഴിഞ്ഞ ദിവസം ആലപ്പുഴ സെഷൻസ് കോടതിയുടെ ഒരു നിർണായകമായ ചില കണ്ടെത്തലുകളുണ്ട്. നമുക്കറിയാം, നവകേരള ബസ് കേരളത്തിൽ സഞ്ചരിക്കുക ജനസമ്പർക്ക പരിപാടി എന്നുള്ള നിലയിൽ നവകേരള ബസ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 140 നിയോജക മണ്ഡലങ്ങളിലൂടെയും യാത്ര ചെയ്തിരുന്നു. ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുക, അവരിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ സ്വീകരിക്കുക തുടങ്ങിയായിരുന്നു. ഇത് നേരത്തെ നടന്ന ഒരു പരിപാടിയാണ് നമുക്കറിയാം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇവിടെ ഒരു വലിയ സമരപരിപാടികൾ സംഘടിപ്പിക്കുന്നു. അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന് മുന്നിലേക്ക് എടുത്തു ചാടുക, അതിവേഗതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ കരിങ്കൊടിയും പിടിച്ചുകൊണ്ട് നേരെ വന്ന് ചാടുക, അങ്ങനെ തുടങ്ങിയ കലാപരിപാടികൾ ഇവിടെ നടത്തി. ഒന്നാമത്തെ ഒരു വലിയൊരു പ്രശ്നം, ഇവിടെ നവകേരള സദസ്സ് എന്ന പേരിൽ മുഖ്യമന്ത്രി ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിൽ എന്തായിരുന്നു ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിനെ ഇത്രത്തോളം വിരളി പിടിപ്പിച്ചത് എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. എന്തിനാണ് അവർ പ്രതിഷേധിച്ചത്? നമുക്കറിയാം, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു നേതാവ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് നമുക്കറിയാം കെ മുരളീധരൻ തന്നെ പലപ്പോഴും പറഞ്ഞൊരു ഒരു വേദിയിൽ നിന്നുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങൾ പാവപ്പെട്ടവരെയും നിരാലംബരെയും തെരുവിലിറക്കിയ ആളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറഞ്ഞതാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരു ജനസമ്പർക്ക പരിപാടി ഉമ്മൻചാണ്ടി കേരളത്തിൽ നടത്തിയപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമോ അദ്ദേഹത്തിനെ കയ്യേറ്റം ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഉമ്മൻചാണ്ടിയുടെ ഈ പരിപാടിയുടെ ഇടയിലേക്ക് കരിങ്കൊടിയുമായി DYFI പ്രവർത്തകർ എത്തുകയോ ചെയ്തിരുന്നില്ല. അങ്ങനെ പ്രതിഷേധം ഉണ്ടായില്ല. അവിടെ ഒരു ഭരണ സംവിധാനത്തിൻ്റെ മേലെയുള്ള അല്ലെങ്കിൽ ഭരണ സംവിധാനവുമായി ഒരു സർക്കാരിൻ്റെ ഏറ്റവും ഉന്നതനായ അധികാരിയായ മുഖ്യമന്ത്രി നടത്തുന്ന പൊതുജനങ്ങളുമായി സംവദിക്കാൻ നടത്തുന്ന പരിപാടി. പക്ഷേ നമുക്കറിയാവുന്ന പോലെ ആ ജനസമ്പർക്ക പരിപാടികൾ മണിക്കൂറുകളോളം കാത്തുകെട്ടി കിടക്കേണ്ട ഗതികേട് നമ്മുടെ സാധാരണക്കാരായ പൊതുജനത്തിനുണ്ടായി. ആംബുലൻസിൽ വന്ന് കിടക്കുന്നവരുണ്ടായിരുന്നു, തന്നെ തറയിൽ കിടന്നുറങ്ങുന്നവരുണ്ടായിരുന്നു, അവിടെ ആംബുലൻസിൽ തന്നെ കഴിയുന്നവരുണ്ടായിരുന്നു, സ്ട്രെച്ചറിൽ കിടന്നുറങ്ങുന്ന നിരാലംബരായ ആളുകളുണ്ടായിരുന്നു. എന്നിട്ട് കൂടി ഇതിനെ ഒരു വലിയ വിവാദ വിഷയമാക്കുകയോ സമരത്തിലേക്ക് പോവുകയോ ചെയ്തിരുന്നില്ല. പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാൾ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ നവകേരള ബസ് എന്ന് പറയുന്ന ഒരു ബസ്, ഇതിനെക്കുറിച്ച് ബിജു പ്രഭാകർ എന്ന് പറയുന്ന ഒരു അതിൻ്റെ CMD ആയിരുന്ന കാലഘട്ടത്തിൽ ഈ ബസ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അത് പിണറായി വിജയൻ്റെ നിർദ്ദേശമായിരുന്നില്ല അങ്ങനെ ഒരു ബസ് എടുക്കുകയും അതിനകത്ത് സൗകര്യങ്ങൾ ഒരുക്കിയത് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന അന്നത്തെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആയിരുന്നില്ല എന്നും പറയുന്നു. അതെല്ലാം അദ്ദേഹത്തിന് ലഭിച്ച ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള വികസനങ്ങളായി അല്ലെങ്കിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ അദ്ദേഹം ആ ബസ്സിനുള്ളിൽ നടത്തിയിട്ടുള്ള ഒരു സൗകര്യങ്ങൾ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്, ലിഫ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ. എന്നാൽ ഇവിടെ അത് എങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്? ഈ പറയുന്ന ഇന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി അടക്കം എങ്ങനെയാണ് അതിനെ ദുർവ്യാഖ്യാനിച്ചത്? മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ആവശ്യാനുസരണം അവർ പറഞ്ഞതനുസരിച്ച് അവർ നിർദ്ദേശിച്ചതനുസരിച്ച് ബസ്സിനുള്ളിൽ മാറ്റങ്ങൾ വരുത്തി. അതിൻ്റെ ഒരു വാഹനം, ആ ഭാരത് ബെൻസ് എന്ന് പറയുന്ന വാഹനം എടുക്കാനുള്ള കാരണത്തെക്കുറിച്ചും ബിജു പ്രഭാകർ വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നു. അന്ന് അദ്ദേഹം CMD ആണ് KSRTCയുടെ. അപ്പോൾ പൊതുഭരണ വകുപ്പിൻ്റെ സെക്രട്ടറി വാങ്ങേണ്ടിയിരുന്ന അല്ല അദ്ദേഹത്തിൻ്റെ പേര് രജിസ്റ്റർ ചെയ്യേണ്ടിയിരുന്ന വാഹനം KSRTCയുടെ CMDയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പം ഈ രീതിയിലൊക്കെ വളരെ കൃത്യമായി ആ വാഹനത്തിനുള്ള ഓരോ തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയതും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആയിരുന്നില്ല എന്നുള്ളൊരു വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിപ്പോയത്. എന്നിട്ടും ആ ബസ്സിനെക്കുറിച്ച് മാധ്യമങ്ങൾ എന്തൊക്കെ പറഞ്ഞു? ഞാനതിൽ ലിഫ്റ്റ്, കറങ്ങുന്ന കസേര, കോൺഫറൻസ് ഹാള്, പിന്നീട് ഈ ബസ്സിനെ ഈ പറയുന്ന ഒരു കോർപ്പറേറ്റ് മീറ്റിങ്ങുകൾക്ക് വേണ്ടിയിട്ട് വിട്ടു നൽകുന്ന തരത്തിലേക്കുള്ള സംവിധാനങ്ങൾ കൂടി അതിനകത്തൊരുക്കി. ടോയ്ലറ്റ്, എന്നിട്ടും ആന്റണി രാജു ഇടപെട്ടുകൊണ്ട് അതിനകത്തുണ്ടായിരുന്ന ചില സാധനങ്ങൾ എടുത്തു മാറ്റേണ്ടി വന്നു എന്നുകൂടി ഈ ബിജു പ്രഭാകർ വ്യക്തമാക്കുന്നുണ്ട്. അപ്പം എന്തായിരുന്നു, എന്തുകൊണ്ടാണ് ആ ബസ്സിനെ ഇത്രത്തോളം ബൂസ്റ്റപ്പ് ചെയ്യുകയും അല്ലെങ്കിൽ ഈ ബസ്സിനെക്കുറിച്ച് തന്നെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയും അതെല്ലാം മുഖ്യമന്ത്രിയുടെ ആർഭാടത്തിൻ്റെ ഭാഗമായി കാണുകയും ചെയ്തു എന്നുള്ളതാണ് ഇവിടെ ഇടതുപക്ഷത്തോട് മാധ്യമങ്ങൾ പുലർത്തിയിരുന്ന ഒരു ന്യായം. ഈ ബസ്സിൽ മന്ത്രിമാർ ആൾക്കാർക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അസ്വസ്ഥത ജനറേറ്റ് ചെയ്തു. അവർക്ക് ഇതിനെതിരായി വലിയൊരു സമര പുറപ്പാടുകളാണ് നടത്തിയത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ ഇതിനെതിരായി അക്രമം ഒഴിച്ചുവിടുകയായിരുന്നില്ല, അവർ ഈ പറയുന്ന രക്ഷാപ്രവർത്തനം എന്നുള്ള നിലയിലേക്ക് നടത്തി. അവരെന്നാൽ കത്തിയോ വാളോ ഒന്നും കൊണ്ടല്ല ഉപദ്രവിച്ചത്, അവർക്ക് ഔദ്യോഗികമായി നൽകിയിരിക്കുന്ന വടി ഉപയോഗിച്ചുകൊണ്ടാണ് അവരതിനെ നേരിട്ടത്. എന്നാൽ ഈ സംഭവം UDFൻ്റെ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഷൗക്കത്ത് അലി എന്ന് പറയുന്ന പോലീസിനെ അല്ലെങ്കിൽ ഷൗക്കത്ത് അലി എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചുകൊണ്ട് SIT രൂപീകരിച്ച് ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് ഏറ്റവും ഒടുവിൽ കുറ്റക്കാരായ അനിൽകുമാർ, സന്ദീപ് തുടങ്ങിയ 5ഓളം വരുന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർക്കെതിരായി നടപടിക്കായി ആലപ്പുഴ സെഷൻസ് കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു.
എന്നിട്ട് ഷൗക്കത്ത് അലി ഈ പറയുന്ന കാര്യം ഏറ്റെടുത്തപ്പോഴേക്ക് ഷൗക്കത്ത് അലിക്ക് വേണ്ടിയിട്ടുള്ള വാഴ്ത്തുപാട്ടുകൾ നിരവധിയായി കേരളത്തിലെ മാധ്യമങ്ങൾ പാണന്മാർ പാടി നടന്നു എന്ന് പറയുന്നതാണ് ശരി. ഷൗക്കത്ത് അലി അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഷൗക്കത്ത് അലി TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് കേസന്വേഷിച്ച ഷൗക്കത്ത് അലിയാണ്. അപ്പോൾ ഇടതുപക്ഷത്തിനെതിരായ ഒരു വലിയ വികാരം സൃഷ്ടിക്കാൻ ഷൗക്കത്ത് അലിയെ കൊണ്ട് സാധിക്കും എന്ന് പറയുന്ന ഒരു വലിയ പ്രതീതി കേരളത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ സംഭവിച്ചു അല്ലെങ്കിൽ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് കേസ് കോടതിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ കോടതി ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. എന്നാൽ അന്ന് വീഡിയോ ചിത്രീകരിച്ചിരുന്നു. ഈ വീഡിയോയുടെ ആധികാരികത എങ്ങനെ ഉറപ്പിക്കാനാകും എന്നൊരു ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സംഭവം മുഴുവനായി പോലീസ് ചിത്രീകരിച്ച വീഡിയോ ഉണ്ടോ എന്ന് വാദിഭാഗത്തോട് കോടതി ചോദിച്ചു. സുരക്ഷാ ജീവനക്കാർ പുറത്തിറങ്ങിയത് ജോലിയുടെ ഭാഗമായി, മർദ്ദിച്ചത് അവർക്ക് അനുവദിച്ചു നൽകിയ വസ്തു കൊണ്ട്, മരണം സംഭവിക്കേക്കാവുന്ന മർദ്ദനം എന്ന് എന്തുകൊണ്ട് ഡോക്ടർ അന്ന് പറഞ്ഞില്ല? ശരിയല്ലേ? അത് ഈ പറയുന്ന കോടതിയുടെ നിരീക്ഷണം വളരെ കൃത്യമാണ്. ഇത് പൊലിപ്പിച്ചെഴുതിയ ഒരു കുറ്റപത്രമാണ് എന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. എവിടെ ഈ പറയുന്ന പോലീസിൽ ഒരാളെ മർദ്ദിച്ച് അല്ലെങ്കിൽ അയാളുടെ മരണത്തിന് കാരണമായേക്കാവുന്ന ഒരു വസ്തു എന്തിനാണ് നൽകിയിരിക്കുന്നത്? ഗൺമാന്മാർ സാഹചര്യങ്ങളിൽ പുറത്തിറങ്ങാമെന്ന് സർക്കുലർ വന്നിട്ടുണ്ട്. അതായത് അവർ എന്തിനാണ് ഗൺമാന്മാർ? അവർ പോകുന്ന ആ പറയുന്ന VVIPക്ക് അല്ലെങ്കിൽ VVIPക്ക് വേണ്ട സുരക്ഷ ഒരുക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിനെതിരായി വധശ്രമം ഉണ്ടാകുമെന്ന് പറയുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാം എന്ന് കൂടി ആ പുതിയ സർക്കുലർ വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡോക്ടർ പരിശോധിച്ചതിന് ശേഷവും ഇത് അങ്ങനെയാണെങ്കിൽ ഡോക്ടർ എന്തുകൊണ്ടാണ് ഇത് ജീവൻ അല്ലെങ്കിൽ മരണം സംഭവിച്ചേക്കാവുന്ന മർദ്ദനമെന്ന് എന്തുകൊണ്ടാണ് അന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്താഞ്ഞത് എന്നുള്ള വളരെ വാലിഡായിട്ടുള്ള ചോദ്യങ്ങൾ പറഞ്ഞു. പിന്നെ അതോടൊപ്പം എന്നാൽ അന്ന് ഡോക്ടർ, അതായത് ഈ പരിശോധിച്ച ഡോക്ടർ, ഇവരെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം പരിശോധിച്ച ഡോക്ടർ എന്തുകൊണ്ട് അത് മറച്ചു വെച്ചതാണെങ്കിൽ ഈ ഡോക്ടർക്കെതിരായി നടപടി എടുക്കേണ്ടതല്ലേ എന്നും കോടതി ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവർക്ക് ഏറ്റ പരിക്കുകളെല്ലാം മെഡിക്കൽ റിപ്പോർട്ടുകളെല്ലാം കോടതി പരിശോധിക്കുന്നു. മെഡിക്കൽ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം കോടതി പറയുന്നു ഇതൊക്കെ വളരെ നിസ്സാരമായ പരിക്കുകളാണ് എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പം ആദ്യത്തെ മെഡിക്കൽ റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഗുരുതര പരിക്കുകൾ ഉണ്ടെന്ന പരാമർശം ഇല്ല എന്നും പരിക്ക് റിപ്പോർട്ടാക്കിയ ഡോക്ടർക്ക് പറ്റിയ പിഴവാണോ എന്നും ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നെ അതോടൊപ്പം തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ ഈ പറയുന്ന ചോദ്യം ചെയ്തു. മെയ് 30 രാവിലെയാണ് IPC 308 ചുമത്തി എന്ന റിപ്പോർട്ട് നൽകിയത്. മർദ്ദനത്തിന് ഉപയോഗിച്ച ആയുധം പരിശോധിച്ചത് അന്നേ ദിവസം വൈകിട്ട്. ആയുധം വൈകിട്ട് പരിശോധിച്ചെങ്കിൽ എങ്ങനെ രാവിലെ റിപ്പോർട്ട് നൽകാനാകുമെന്നും ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന പോലെ ഇവിടെ ഒരു വല്ലാത്ത ഒരു കെണിയുണ്ട്. അപ്പം അതോടൊപ്പം തന്നെ ഇതിൽ എങ്ങനെയാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു സർക്കുലർ ഉണ്ടല്ലോ, 2011 അങ്ങനെ ഒരു സർക്കുലർ പുറത്തിറക്കുന്നത്. ആ സർക്കുലർ എന്താണ്? മുഖ്യമന്ത്രിക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടായാൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങാമെന്നും അക്രമികളെ നേരിടാമെന്നും സർക്കുലറിലുണ്ട് എന്നുള്ള കാര്യമാണ് കോടതിയെ പ്രതിഭാഗം ബോധിപ്പിക്കുന്നത്. അപ്പോൾ ഈ പ്രതിഷേധക്കാർ നവകേരള ബസ്സിനെ പിന്തുടർന്നു. പലയിടങ്ങളിൽ പ്രതിഷേധമുണ്ടായി. വാഹനത്തിന് തൊട്ടടുത്ത് വരെ എത്തി. മുഖ്യമന്ത്രിയുടെ സുരക്ഷയായിരുന്നു പ്രധാനം. മുഖ്യമന്ത്രി ആ സമയം ഒരു വലിയ സുരക്ഷാ ഭീഷണി നേരിട്ടു. ഔദ്യോഗിക കൃത്യനിർവഹണമാണ് നടത്തിയതെന്നും ഈ പറയുന്ന പ്രതികളുടെ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ഈ സർക്കുലർ 2011 ഉണ്ടാക്കിയ ഈ സർക്കുലർ, 2011 എന്ന് പറയുമ്പോൾ സർക്കുലർ ആരായിരിക്കാം ഉണ്ടാക്കിയത് നമുക്കറിയാമല്ലോ. ആ സർക്കുലർ പ്രകാരം ഈ പറയുന്ന അങ്ങനെ ഒരു അടിയന്തരാവസ്ഥ ഉണ്ടാകുമ്പോൾ ഇവർക്ക് പുറത്തിറങ്ങാം എന്നുള്ള കാര്യങ്ങളും ഒക്കെ ഈ പറയുന്ന അതിന് ഉപോത്ബലകമായ രീതിയിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് നേരെ നവകേരള യാത്രക്കിടയിൽ സുരക്ഷാ ഭീഷണി ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞ് അന്ന് ഇൻ്റലിജൻസിൻ്റെ ഒരു റിപ്പോർട്ട് പോലും കോടതിയിൽ ഹാജരാക്കി എന്നുള്ളതാണ്. പിന്നെയോ തലയിലെ മർമ്മഭാഗത്തല്ല, അതായത് തലയിൽ നെറ്റിഭാഗത്താണ് അടിയേറ്റതെന്നും മർമ്മഭാഗത്തല്ല അടിയേറ്റത് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. അതായത് ഇവിടെ നമ്മൾ പരിശോധിച്ചാൽ ഈ രീതിയിലെല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ കേസിൽ പലതരത്തിലുള്ള എന്താ പറയുക, ഇപ്പോൾ അങ്ങ് പൂട്ടിക്കളയും എന്നുള്ള നിലപാടാണല്ലോ ഉണ്ടായത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ വരെ ഓക്കെയാണ്. അതായത് കോടതി ആലപ്പുഴ സെഷൻസ് കോടതിയുടെ മുന്നിലേക്ക് കേസ് എത്തുന്നത് വരെ സംഭവം പോലീസിൻ്റെ കയ്യിലായിരുന്നു. പോലീസ് തന്നെയാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ഷൗക്കത്ത് അലിയുടെ കയ്യിൽ തന്നെയാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത് വരെ ഉള്ള കേസുകൾ ഉണ്ടായിരുന്നു. എന്നാൽ കോടതി നിരീക്ഷണം നടത്തിയിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ, അതായത് ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഒരു പോലീസിനെയോ അല്ലെങ്കിൽ ഒരു ഗൺമാനെയോ സംബന്ധിച്ച് അവരുടെ കയ്യിലേക്ക് നൽകിയിരിക്കുന്ന ആയുധം അല്ലെങ്കിൽ അവർ അടിച്ച വടി
ഒരാളുടെ ജീവൻ എടുക്കാൻ തക്ക ശേഷിയുള്ളതായിരുന്നില്ല എന്നുള്ള കാര്യവും കോടതി നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്നാമത്തെ കാര്യം എന്തിനാണ് സമര പരിപാടികൾ നടത്തിയത് എന്നുള്ളതാണ്. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഇങ്ങനെ ഒരു യാത്ര നടത്തുമ്പോൾ എന്ത് പ്രശ്നമാണ്, എന്ത് പ്രതിസന്ധിയാണ് കേരളത്തിൽ ഉണ്ടാകുക എന്നുള്ള ഒരു വലിയ ചോദ്യം എല്ലാവരുടെയും മുന്നിലുണ്ട്. അപ്പോൾ അങ്ങനെ കേരളത്തിലെ പൊതുജനത്തെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു ജനകീയ വിഷയമായി ഈ നവകേരള യാത്ര ഉയർന്നു വരുമോ? അങ്ങനെയാണെങ്കിൽ മാത്രം അത് പ്രതിഷേധിച്ചാൽ മതി. ജനങ്ങളെ എല്ലാവരെയും ദോഷകരമായി ബാധിക്കുന്ന ഒരു വിഷയം. ഇവിടെ കരിമണൽ ഖനനം നടത്തിയ സമയത്ത് പോലും ഈ പറയുന്ന UDF അല്ലെങ്കിൽ കോൺഗ്രസ് എടുത്ത നിലപാട് നമുക്കെല്ലാവർക്കും അറിയാം. കരിമണൽ ഖനനത്തിന് അനുമതി കൊടുക്കുന്ന തലത്തിലേക്ക് വരെ എത്തി. ഏറ്റവും ഒടുവിൽ KPCC അന്നത്തെ KPCC അധ്യക്ഷനായ VM സുധീരൻ പോലും ആ നടപടിയെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടായതാണ്. അപ്പോൾ അത്തരത്തിലൊരു വലിയ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ. കാരണം എന്തുകൊണ്ടാണ് കരിമണൽ ഖനനത്തിനെതിരായി CPM സമരത്തിലേക്ക് പോയത്? അന്ന് നിയമാനുസൃതമായി കരിമണൽ ഖനനം നടത്തിക്കൊണ്ട് വരുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന കേരളത്തിൻ്റെ തീരദേശ മേഖലകളിൽ വലിയ തോതിലുള്ള തീരശോഷണം സംഭവിച്ചു. അപ്പോൾ വീണ്ടും ഒരു പ്രൈവറ്റ് കമ്പനിയെ കൂടി അല്ലെങ്കിൽ ഒരു സ്വകാര്യ ഏജൻസിയെ കൂടി കരിമണൽ ഖനനത്തിന് വേണ്ടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവിടെ ഒരു വലിയ തോതിലുള്ള ഒരു നാശനഷ്ടം സംഭവിക്കുമെന്നുള്ളത് കൊണ്ടാണ് സമരത്തിലേക്ക് പോകുന്നതും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള വലിയ ജനകീയ പ്രശ്നമല്ലായിരുന്നു നവകേരള യാത്ര. ജനങ്ങളെ ഇത് ദോഷകരമായി ബാധിക്കുന്നൊരു വിഷയമേ ആയിരുന്നില്ല. എന്നിട്ട് കൂടി എന്തിനാണ് അതിനെതിരായി സമരം നടത്തിയത് എന്ന് UDFൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിലെ നേതാക്കന്മാർ വ്യക്തമാക്കേണ്ടതല്ലേ? അപ്പം ഇതിനു മുൻപ് തന്നെ മുഖ്യമന്ത്രിക്കെതിരായി ഇവിടെ ഒരു വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ജീവന് തന്നെ അപകടത്തിലാണ് എന്നുള്ള തരത്തിലുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടുമുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 2011 സർക്കുലർ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ അങ്ങനെ ഒരു പ്രക്ഷോഭം ഉണ്ടായപ്പോൾ അതായത് ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുള്ള ഈ സന്ദീപും അനിൽകുമാറും അടക്കമുള്ള ഗൺമാന്മാർ പ്രശ്നത്തിനായിട്ട് ഇറങ്ങുകയായിരുന്നില്ല. അവർ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയായിരുന്നു. ആ സമയത്തുണ്ടായ അക്രമമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കോടതി അതിനെ നിരീക്ഷിച്ചിരിക്കുന്നത്. അതായത് നിലവിൽ ഈ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് കേസിട്ട് സർക്കാരിനെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ കുറച്ച് സമ്മർദ്ദത്തിലാക്കാം എന്നുള്ള ഒരു ശ്രമം ഇവിടെ പാളിപ്പോയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.